അല്ലാഹു സിംഹാസനം ഇരിക്കുകയാണെന്നും പിന്നെ ആ സിംഹാസനം 4 മലക്കുകൾ ഇപ്പോൾ ചുമക്കുകയാണെന്നും പിന്നെ ഖിയാമത്ത് നാൾ 8 മലക്കുകൾ ചുമക്കുകയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ല ഒരു പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകമൊന്നും എനിക്ക് ഓർമ്മയില്ല. പുസ്തകമൊന്നും ഓർമ്മയില്ല, വായിച്ചിട്ടുണ്ട്. മലക്കുകൾ 8 മലക്കുകൾ 4 മലക്കുകൾ ചുമക്കും, അതിനാരും എതിർപ്പില്ല. നമ്മൾ അള്ളാഹു ചുമക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. നിങ്ങൾ പറഞ്ഞ മലക്കുകൾ ചുമക്കുന്നുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഉണ്ടാവാം. മലക്കുകൾ അർശിനെ ഇപ്പോഴും മലക്കുകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേര് തന്നെ ഹമലത്തുൽ അർശി എന്ന, അർശിന്റെ വാഹകരായ മലക്കുകൾ എന്നാണ്. അത് സ്ഥിരപ്പെട്ട ഹദീസുകളിലൊക്കെ ഉള്ളതാണ്. മലക്കുകൾക്ക് വഹിക്കാൻ കഴിയില്ലേ, കൈയുണ്ടോ കണ്ണുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പോലെയാണോ, അവരുടെ അവയവങ്ങളുണ്ടോ ഇല്ലേ, ഇതാണ് നമ്മുടെ ചർച്ച. അതുണ്ട് എന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടും ഇല്ല. മുജാഹിദുൽ അത്തഹിയ്യാത്തിൽ കൈവിരൽ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നുണ്ട്. അത് അല്ലാഹു ഇല്ലാത്തതുകൊണ്ടാണോ അല്ലോ മറ്റുള്ള കിതാബുകൾ ഇതിന് മുൻപിൽ ഉണ്ടോ? അള്ളാഹു ഇല്ലാത്തതുകൊണ്ട് അതൊരു തമാശ, അതൊരു തമാശ ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 2ാമത്തെ വാല്യത്തിൽ പറയുന്നു, ചില പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില പണ്ഡിതന്മാർ അത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാൾക്കാരും അത് ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമോ പുണ്യകർമ്മമോ അല്ല. ഇത് നമ്മുടെ പൂർവിക പണ്ഡിത മഹത്തുക്കൾ വളരെ വ്യക്തമായി നാം ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 2ാമത്തെ വാല്യത്തിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ചെയ്യരുത്, അത് ചെയ്യാതിരിക്കലാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ ഇഖ്ലാസും ഖുശൂഉം ഖുളുവോടുകൂടി നിർവഹിക്കുന്ന നിസ്കാരത്തിലേക്ക് ഒരാൾ ഇങ്ങനെ ചലിപ്പിച്ചാൽ ഒറ്റ ശ്രദ്ധ മുഴുവൻ ആ ഹോട്ടലിൽ പോവുക, ഇങ്ങനെ കളിപ്പിക്കുക. എന്താ ഒരർത്ഥമില്ലാത്തൊരു പരിപാടിയാണ് അത്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ല അതിന് ഹദീസിന്റെ തെളിവുണ്ട് എന്നൊക്കെ ചിലർ ഇത് പറഞ്ഞാൽ മുജാഹിദ് പറയുന്നത് ആ ഹദീസിന്റെ തെളിവുണ്ട്. ഈ ഹദീസിന്റെ തെളിവൊക്കെ കണ്ടവരാണ് പൂർവിക പണ്ഡിതന്മാർ. അവർ പറഞ്ഞത് എന്താണ്? അത് റസൂലുള്ളാഹി തങ്ങളെ കൈവേറി ചട്ടിച്ചു എന്നൊരു ഹദീസുണ്ട്. അതിന്റെ അർത്ഥം നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ വെള്ളം ഉയർത്താറുണ്ടല്ലോ, ഉയർത്താറില്ലേ? ആ ഉയർത്തലിനെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്നും ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ സുനനുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായത്തിൽ പിന്നെ പ്രവാചകന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രവാചകൻ ശുപാർശ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് ഖവാരിജികളെ പറ്റിയാണെന്നാണ് മുൻകാല ഗ്രന്ഥങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. മുൻകാല ഇമാമുകളും ഇതേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. മുനാഫിഖൂൻ എന്ന അധ്യായത്തില് പിന്നെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് അള്ളാഹുവിനോട് തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഖവാരിജികളെ പറ്റിയാണ് എന്ന് ഇമാം ഷാഫി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് തെറ്റ് ചെയ്ത ആളുകൾ വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. ആ വിഭാഗം മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ എന്ത് വരുവിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് നിങ്ങളൊന്ന് മാപ്പിരക്കുക, ഇന്നാ റസൂൽ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടും. അള്ളാഹുവിനോട് നേരെ അങ്ങോട്ട് ചോദിക്കല്ല, നിങ്ങൾ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഒന്ന് പറയും, സങ്കടം പറയുകയും എന്നിട്ട് റസൂല് അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് തേടുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരും എന്ന് മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ ഖുർആൻ തന്നെ പറഞ്ഞു ലൗവൗറൂസഹും, അതിൽ ഞങ്ങളെ കിട്ടൂല. അള്ളാഹു ഓക്കെ, അള്ളാഹിനോട് പറയുന്ന കാര്യം ഞങ്ങൾ ഉറപ്പായിട്ട് അത് ഞങ്ങൾ ചെയ്യാം, റസൂലിനോട് പറയുന്ന കാര്യം ഞങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞ് തല തിരിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരാണ് മുനാഫിഖുകൾ. അല്ലാഹു ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ശൈലി സ്വീകരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ഈ സ്വഭാവത്തിന്റെ ആളുകളാണ്. അതൊരു വിഭാഗത്തെ കുറിച്ച് മാത്രമല്ല, ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളോട് ഇപ്രകാരം വിമുഖത കാണിച്ച് പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും അവരൊക്കെയും ഈ വിശേഷണത്തിന് അർഹമാവുകയാണ്, അല്ലെങ്കിൽ ഖുർആനിന്റെ രൂക്ഷമായ വിമർശനത്തിന് വിധേയമായവരാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്.